ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ കുഞ്ഞു പെണ്ണിൻ്റെ ഹെയർ കട്ട് വീഡിയോ ആണ്. ഇത് അവളുടെ ഫസ്റ്റ് ഹെയർ കട്ടാണ്. അത് നമുക്ക് കട്ട് ചെയ്യാം. ഞങ്ങൾ എത്തിയിട്ടുള്ളത് കാലിക്കറ്റിലുള്ള ഗ്രാവിറ്റി സലൂണിലേക്കാണ്. രണ്ടുപേരും ഒരു കൺഫ്യൂഷനിലായിരുന്നു, ഹെയർ കട്ട് ചെയ്യണോ അതോ ഷേവ് ചെയ്യണമെന്ന്. അപ്പം ഫുള്ള് മൊട്ടയായിട്ട് കാണാൻ ഇപ്പം പെട്ടെന്ന് കാണാൻ കഴിയില്ലാന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം ഇനി പിന്നെ വേണമെങ്കിൽ മൊട്ടയാക്കാമല്ലോ. ഇപ്പോൾ കുറച്ച് കാലം കൂടി ഹെയർ ഉള്ള കുഞ്ഞിപ്പെണ്ണെ കാണണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹം. അതുകൊണ്ട് ഞങ്ങൾ കട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഒരു സ്റ്റൈൽ കാണിച്ചു കൊടുത്തു. അതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഒന്നാമത് കട്ട് ചെയ്യാൻ ബേബി ഹെയർസ് കട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടേ ഇല്ല. പക്ഷേ കണ്ണിലൊക്കെ വീണ് അത് അവൾക്കൊരു ഇറിറ്റേഷൻ ആവുന്നതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യാമെന്ന് വെച്ചത്. നല്ല കുട്ടിയായിട്ട് തന്നെ ഇരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം ഫസ്റ്റ് ടൈം അല്ലേ, അപ്പം അവൾക്ക് അറിയൊന്നുമില്ലല്ലോ. അറിയാത്ത ഒരാൾ വന്നിങ്ങനെ ചെയ്യുമ്പം ഇരുന്ന് കൊടുക്കും എന്നുള്ളൊരു ഡൗട്ട് നമുക്കുണ്ടായിരുന്നു. പക്ഷെ നല്ല മോളായിരുന്നു, നല്ല കുട്ടിയായിട്ട് ഇരുന്ന് കൊടുത്തു. ഞാൻ എൻ്റെ മടിയിലാണ് ഇരുത്തിയിട്ടുള്ളത്. വേണമെങ്കിൽ സ്വന്തമായിട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ അവർ ഇത് ഇങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മടിയിലിരുത്തിയിട്ടിരുന്നു. അപ്പോൾ കുറച്ച് സമയം ഇരുന്നപ്പോൾ അവൾക്കൊരു മടുപ്പായി. പിന്നെ കുറച്ച് സമയം പാട്ടൊക്കെ വെച്ച് കൊടുത്തപ്പം ഇഷ്ടപ്പെട്ടു, അതൊക്കെ കേട്ടിരുന്നു. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ കട്ട് ചെയ്തു. പിന്നെ കട്ട് ചെയ്യുമ്പോൾ അയാളെ കയ്യിൽ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കൈയൊക്കെ പിടിച്ച് വെച്ചിട്ടാണ് ഇരുന്നത്. കുറച്ച് സമയമൊക്കെ ഇരിക്കാം. കുറേ സമയമാകുമ്പോൾ ആർക്കും അതിലൊരു മടുപ്പാവുമല്ലോ. അങ്ങനെ ഇറങ്ങി ഓടാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഇരുന്ന് നല്ല വൃത്തിക്ക് തന്നെ കട്ട് ചെയ്യാൻ പറ്റി. നമ്മുടെ കട്ട് ചെയ്തിട്ടുള്ള ലുക്ക് നമുക്ക് കാണണ്ടേ. ഈ പണ്ടൊക്കെ ഫസ്റ്റ് ഹെയർ ഒരു വയസ്സായാൽ ഫുള്ള് മൊട്ടയാക്കും അങ്ങനെയൊക്കെ പറയുന്നത്. അതിനൊന്നും ശരിക്കും സയൻറ്റിഫിക്കായിട്ട് അങ്ങനെയൊന്നും പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ചെയ്താലേ നല്ല ഹെയർ വരും അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ എല്ലാവരും അങ്ങനെ ചെയ്യുമ്പം എല്ലാവരും ചെയ്ത് വരുന്ന അത്രയേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പം എനിക്ക് അതിനെക്കുറിച്ച് എതിർപ്പൊന്നുമില്ല, ഷേവ് ചെയ്യുന്നതിനെ കൊണ്ടും പിന്നെ മുട്ടയാട്ടുന്നതിനെ കൊണ്ടൊന്നും. പക്ഷെ കുറച്ച് കാലം കൂടി ഹെയറിൽ പെട്ടെന്ന് ആ ഒരു മാറ്റം മുഖത്ത് വരുന്ന, എന്തായാലും മുടി ഷേവ് ചെയ്യുമ്പോൾ മുഖത്തൊരു മാറ്റം വരും. ആ മാറ്റം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് കാലം കൂടി ഈ ഒരു ഫേസ് ഞാൻ കാണട്ടെ എന്ന് വെച്ച്. ഇപ്പം കട്ട് ചെയ്തപ്പോൾ ഉള്ള ഫേസ് തന്നെ ആകെ മാറി. ഞാൻ ഇത്ര കാലം ഉണ്ടായിരുന്ന ആളേ അല്ല, ഒരു മാറ്റം തന്നെയായി. പിന്നെ ഹെയർ ഇങ്ങനെ കുറച്ച് കാലം കൂടി കിടക്കട്ടെ എന്ന് തോന്നി. ഇനിയിപ്പോൾ വലുതാകുമ്പോൾ അയ്യോ ഇനി മുട്ടയായാൽ ശരിയാവില്ല എന്ന് തോന്നുമെന്നും പറയാൻ കഴിയില്ല. എന്നാലും ഇപ്പം കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ നിൽക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ കട്ട് കഴിഞ്ഞിട്ടുള്ള ലുക്ക്. ഒരു ബോയുടെ പോലെ ആയിട്ടുണ്ടല്ലേ. ശരിക്കും ഇത് ബോയ് അല്ല, ഇതിൻ്റെ കുഞ്ഞു പെണ്ണാണ്. ആൾക്ക് മാറ്റമൊന്നും മനസ്സിലായിട്ടില്ല. നല്ല ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു പുതിയ ലുക്ക്. അപ്പോൾ ആളുടെ അച്ഛനും ഇരുന്നിട്ടുണ്ട് ഒന്ന് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് നടന്ന് കളിച്ചു. സ്വന്തം മിറർ നോക്കിയിരിക്കുവാണ്. ഇതാരാന്നെല്ലാം നോക്കിയിരിക്കുവാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മിറർ നോക്കി സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. സ്വന്തം ലുക്ക് കണ്ടുകൊണ്ട് നിൽക്കുമ്പം ആർക്കായാലും നമുക്കതിൽ മിറർ നോക്കിയിരിക്കാൻ ഇഷ്ടമാണല്ലോ. അങ്ങനെ ആയിരിക്കും. അവൾ മിറർ നോക്കി കുറേ സമയം ഇരുന്നു. പിന്നെ ഞങ്ങൾ പോയി ഇരുന്നു, നടന്നു, അങ്ങനെ കുറേ സമയം ഇരുന്നു. കുറേ സമയം നമുക്ക് വെറുതെ ഇരിക്കേണ്ടി വന്നു. അപ്പോഴത്തേക്കും അവളുടെ അച്ഛൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളത് കാണാൻ പോകാൻ നിൽക്കുവാണ്. അപ്പോഴേക്ക് കുറച്ച് നമ്മൾ ഷോ ഇറക്കുവാണ് പുതിയ ഹെയർ കട്ടിൽ. ഓക്കെ കളിക്കുന്നത്. പിന്നെ ഞാൻ പറയുന്ന പോലെയൊക്കെ നിന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഫോട്ടോ എടുക്കാനായാലും വീഡിയോ എടുക്കാനായാലും ഞാൻ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ നിന്നായിരുന്നു. അങ്ങനെ ഒരാളാണിത്. കാണുന്നില്ലേ, ഇതൊക്കെ പറയണ്ട, നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തു തരും. പക്ഷെ അറിയില്ല എന്നേ ഉള്ളൂ ചെയ്യാൻ. പിന്നെ ആൾക്ക് കുറച്ച് മടുപ്പായി തുടങ്ങിയിട്ടുണ്ട്, ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പം വരുന്നവരെയൊക്കെ നോക്കുന്നവർ ഇവളെ നോക്കിയിട്ടില്ലെങ്കിൽ ഇവൾക്ക് ദേഷ്യം വരും. അവരെ നോക്കാണ്ട് പോയി. അങ്ങനെ ഞങ്ങൾ അച്ഛൻ റെഡി ആയിട്ടുണ്ട്. അച്ഛനെ കാണാൻ പോയി. നമ്മൾ അച്ഛൻ്റെ പുതിയ ലുക്ക് കാണാൻ പോയി. അച്ഛൻ ജസ്റ്റ് ട്രിം ചെയ്തതാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.